എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് രാത്രിയോടെയോ അല്ലെങ്കിൽ വൈകുന്നേരത്തോടെയോ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. ഏകദേശം വൈകുന്നേരം 6 മണി അല്ലെങ്കിൽ 5 മണിയോടെ തന്നെ ഈ ഒരു റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് admission.kannur.university.ug അതായത് admission.kannur.university.ac.in/UG എന്ന ക്യാപിറ്റൽ അതിനുശേഷം DM സ്മോൾ ലെറ്റർ അതിനുശേഷം 2024/index.php എന്നുള്ള ഈ ഒരു പേജ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. റിസൾട്ട് അറിയാനായിട്ട് വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, അതുപോലെ ഇവിടെ കാണുന്ന വെരിഫിക്കേഷൻ കോഡ്, അതായത് ഇവിടെ ജസ്റ്റ് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കുറച്ച് നമ്പർ കാണാം, അതാണ് വെരിഫിക്കേഷൻ കോഡ്. അതുകൂടി നൽകി ലോഗിൻ ചെയ്യുക. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവിടെ ഏത് കോഴ്സിൽ, ഏത് കോളേജിൽ, ഏത് ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ള ഡീറ്റെയിൽസുകൾ കാണാൻ സാധിക്കുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ കോളേജിൽ അടക്കേണ്ട മാൻഡേറ്ററി ഫീസ് അടക്കേണ്ടതാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് 925 രൂപയും അതുപോലെ തന്നെ ബാക്കിയുള്ള കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് 990 രൂപയുമാണ് ഫീസായിട്ട് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഫീസ് അടച്ച ശേഷം വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം ഉണ്ടാവുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള അതായത് അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് പിന്നീട് ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം, അതുപോലെ ഓൾറെഡി ഫീ പേയ്മെൻറ്റ് ചെയ്ത ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടാകും. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞ പ്രകാരം ആ ഒരു സമയത്ത് കോളേജിൽ പോയിട്ട് ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള ആ ഒരു കോഴ്സിൽ ഇൻട്രസ്റ്റ് ഇല്ല അല്ലെങ്കിൽ ആ ഒരു കോഴ്സിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് കോളേജിൽ ടെമ്പററി അഡ്മിഷൻ എടുത്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പുതിയ ഓപ്ഷനുകൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, പിന്നീട് നിങ്ങൾ വെക്കുന്ന ഓപ്ഷനുകൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ അഡ്മിഷൻ നേടും, അതുപോലെ ഇഷ്ടമുള്ള കോഴ്സുകൾ ആണ് എന്നുള്ളത് ഉറപ്പാക്കിയ ശേഷം മാത്രം ഓപ്ഷൻ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിലവിൽ അഡ്മിഷൻ നേടുന്ന ആ ഒരു സ്കൂളിൽ നിന്ന്, ആ ഒരു കോളേജിൽ നിന്നുള്ള അഡ്മിഷൻ റദ്ദാക്കപ്പെടുകയും പിന്നീട് പുതിയതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടും വരുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം നിങ്ങൾ അവിടെ ടെമ്പററി അഡ്മിഷൻ നേടുകയോ അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടുകയോ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. ടെമ്പററി അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾ കോളേജിൽ നേരിട്ട് പോകണോ പോവേണ്ടേ എന്നുള്ള സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസുകൾ വിദ്യാർത്ഥികൾക്ക് പിന്നീട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. കാരണം ചിലപ്പോൾ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് അതായത് ഈ ഒരു വെബ്സൈറ്റിൽ കറക്റ്റായിട്ട് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളെ ആ ഒരു കാര്യം അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ റിസൾട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ വെബ്സൈറ്റ് കുറച്ച് സ്ലോ ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ഈ റിസൾട്ട് വന്ന ഉടനെ തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്തായിരിക്കും, അതായത് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ അതേ രീതിയിൽ തന്നെ കുറച്ച് സൈറ്റ് ബ്ലോക്ക് ഉണ്ടായിരുന്നു, അതായത് ഓപ്പൺ ആവാതെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് വന്ന ശേഷം ഏകദേശം ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കാൻ സാധിച്ചേക്കാം. എന്നാൽ ചില വിദ്യാർത്ഥികൾ നോക്കുന്ന സമയത്ത് ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അത് ഈ ഒരു വെബ്സൈറ്റിൽ, അതായത് ഒരേ സമയം തന്നെ കുറേ വിദ്യാർത്ഥികൾ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.